എന്തു പറ്റി നിനക്ക്? എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. വാങ്ങിവെച്ച താലിമാല തോന്നിയ വിലയ്ക്ക് വിൽക്കേണ്ടി വരുമോ? അതെന്തു പറ്റി ഇപ്പൊ അങ്ങനെ ഒരു അങ്കലാപ്പ്? വന്ന് നിനക്കിപ്പോ എന്നെ വിശ്വാസം ഇല്ലാതെയാ? അതോ നീ അവളെ കെട്ടില്ലാന്ന് തീരുമാനിച്ചോ? അതിന് ഞാൻ മരിക്കണം. ജീവനുള്ളിടത്തോളം കാലം എനിക്ക് അമൃത ഒരു മോഹ. ആ മോഹം സാക്ഷാത്കരിക്കാൻ കൂടിയാ ഞാൻ ഈ വെള്ളം കോരുന്നതൊക്കെ. പിന്നെ പഠിക്കല് കൊണ്ടിട്ട് കല ഉടയ്ക്കും പോലൊരു ചിന്ത നിനക്ക് എങ്ങനെ വന്നു? ചേച്ചിയെ വിശ്വാസമില്ലാത്തതുകൊണ്ടോ ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടോ അല്ല, അതിനപ്പുറത്തേക്കൊരു അപകടം പതിയിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം. നീ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ പറയാതെ കാര്യം പറയും മഹി. ഹോട്ടൽ പഞ്ചരത്നത്തിലെ സാമ്പാറിൽ വിഷം കലർത്താനുള്ള നമ്മുടെ പക്കാ പ്ലാനും അവസാന നിമിഷം തട്ടിയെറിഞ്ഞു കളഞ്ഞ അതേ കൈകൾ അമൃതയുടെ കഴുത്തിൽ കെട്ടാനുള്ള എൻ്റെ താലി തട്ടിയെറിയുമോ എന്നാണ് ഞാനിപ്പോൾ ഭയക്കുന്നത്. അഭിമന്യു, അവനാണ് എൻ്റെ അസ്വസ്ഥത. ഇതാണ് നിന്റെ കുഴപ്പം. മുന്നിൽ വന്ന് നിന്നെ എതിരിടുന്നവനെയും പിന്നിൽ പതിയിരുന്ന് ആക്രമിക്കാൻ സാധ്യതയുള്ളവനെയും ഇരുട്ടിന്റെ മറവില് വരാൻ കഴിയുന്ന പ്രതിയോഗിക്കെതിരെയും സദാ ശ്രദ്ധ വേണം. അവന്റെ നീക്കങ്ങളെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും ജാഗ്രത വേണം. എനിക്കതുണ്ട്, നിനക്കതില്ല. എന്നുവെച്ചാ അമൃതയുടെ കഴുത്തിൽ നീ താലി ചാർത്തുന്ന അതേ ദിവസം അതേ മുഹൂർത്തത്തില് അഭിമന്യുവിന്റെ കല്യാണമാണ്. ആ അവൻ എങ്ങനെ പഞ്ചരത്നങ്ങളുടെ രക്ഷയ്ക്കെത്തും? ആയിരിക്കാം. പക്ഷേ ഈ മുറ്റത്ത് വന്നു നിന്ന് ചേച്ചിയോടവൻ എന്താ പറഞ്ഞത്? ഏതവസ്ഥയിലും അമൃതയോ അനിയത്തിമാരോ ആവശ്യപ്പെട്ടാൽ അവനവരെ സംരക്ഷിക്കുമെന്നല്ലേ? ഒരാവശ്യം വന്ന പഞ്ചരത്നത്തിൽ ഉണ്ടാവും ഞാൻ. അവർക്കൊരാളായിട്ട്, കാവലാളായിട്ട്. അങ്ങനെ പറഞ്ഞവന് പഞ്ചരത്നങ്ങളെ സഹായിക്കാൻ സ്വന്തം കല്യാണം ഒരു തടസ്സമാണോ? ശത്രുക്കളോട് ചേച്ചിക്കുള്ളതുപോലുള്ളൊരു ജാഗ്രത അവര് തിരിച്ചും കാണിക്കില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ നീക്കങ്ങൾ രഹസ്യമായി മണത്തെറിഞ്ഞാൽ കല്യാണ മണ്ഡപത്തിലെ ശുഭമുഹൂർത്തത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ പരാജയപ്പെട്ടാലോ? എന്തുപറ്റി? വല്ലാത്തൊരു സങ്കടം പോലെ. മനുഷ്യനല്ലേ, എന്നും സന്തോഷത്തിന്റെ കാലങ്ങളായിരിക്കണമെന്നില്ലല്ലോ. എന്നാലും ഈ ഭാവം അത്ര നല്ലതല്ല. കണ്ട കാലം തൊട്ട് അനക്കയുടെ മുഖത്ത് എപ്പോഴും ഒരു കുസൃതി ഉണ്ടായിരുന്നു. കുട്ടിത്ത് നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുഞ്ചിരിയിലാ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. ഇതിപ്പോ എന്തുപറ്റി? എന്നെ കാണാൻ താൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോ അതിൽ അത്യാവശ്യപ്പെട്ട എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്താണെങ്കിലും പറഞ്ഞോളൂ. എന്തായാലും പരിഹാരമില്ലാത്ത കാര്യം ഉണ്ടാവില്ലല്ലോ. പഞ്ചരത്നത്തിൽ നിന്നും താമസം മാറണം വിവേക്. സുരക്ഷിതമായൊരു വീട് വേണം. ആരും കുറ്റപ്പെടുത്താത്ത, ആരും അവകാശം പറഞ്ഞു വരാനില്ലാത്തൊരു വീട്. നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ. നാലാളറിഞ്ഞ് താലി എണിച്ച് കൂട്ടിക്കൊണ്ടുപോട്ടെ. അതെന്റെയും കൂടെ മോഹമാണ്, മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ്. പക്ഷെ അതിപ്പോഴല്ല വിവേക്, അതിന് ഇനി സമയമെടുക്കും. ഇപ്പോ എനിക്ക് മാത്രം മാറി താമസിച്ചാ പോരാ. അമൃതേച്ചി ഒഴികെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ 4 പേർക്കും കൂടി ഒരുമിച്ച് താമസിക്കാൻ ഒരു വീട് വേണം. വാടകയ്ക്ക് മതി.
വിവേകിനത് ഏർപ്പെടുത്തി തരാൻ കഴിയുമോ? ഈ സിറ്റിയിൽ തന്നെ വേണമല്ലേ? വേണ്ട. ഈ നാടും നഗരവും വിട്ട് മറ്റെവിടെയെങ്കിലും പോണം ഞങ്ങൾക്ക്. അപ്പോ പഞ്ചരത്നം? അത് നടന്നോളും. ഞങ്ങളില്ലെങ്കിലും പഞ്ചരത്നം ഭംഗിയായിട്ട് തന്നെ നടക്കും. ചേച്ചിയുടെ കല്യാണം തീരുമാനിച്ച ഉടനെ നിങ്ങൾ പഞ്ചരത്നത്തിൽ നിന്ന് മാറാൻ തീരുമാനിച്ചതാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. പക്ഷേ പോകെ പോകെ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അവരവർക്ക് കുടുംബമാവുന്നവരേ ഉള്ളൂ, സ്വന്തവും ബന്ധവും ഒക്കെ. കല്യാണം കഴിച്ചു കഴിഞ്ഞാ ശേഷം വേറൊരു ജീവിതം. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ അനിയത്തിമാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. വാടകയൊന്നും കൊടുക്കാതെ താമസിക്കാൻ എറണാകുളത്ത് കടവന്ത്രയിൽ എനിക്കൊരു വില്ലയുണ്ട്. ഒരു മോഹത്തിന് വാങ്ങിച്ചിട്ടതാ. അത്രയ്ക്ക് അകലെയായ ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, ദൂരെ തന്നെയാ നല്ലത്. അപ്പോ അനക്കയുടെ ജോലി? സർക്കാർ ജോലിയൊന്നും അല്ലല്ലോ വിവേക്. എവിടെ ചെന്നാലും നഴ്സായിട്ട് എനിക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. മാറി താമസിക്കാൻ ഒരു വീട് ഉറപ്പാക്കാവോ എനിക്ക്? ശരിയാക്കി തരുമോ? പിന്നെന്താ, എറണാകുളത്തുള്ള വില്ലയിൽ തനിക്കും അനിയത്തിമാർക്ക് താമസിക്കാം. അനക്ക് എനിക്കൊരു വാടകക്കാരിയായിരിക്കില്ല, സ്വന്തം പോലൊരു വീട്. എന്താ, വിശ്വാസം വരാൻ തന്റെ പേര് എഴുതി തരണോ ഞാൻ? അങ്ങനെയൊന്നും പറയണ്ട, വിശ്വാസമാണ്. ഒരുപാട് ഒരുപാട്. കാതിൽ ചൊല്ലിയോ നിൻ കനവും കാതലും, ആ പ്രണയം നൽകുവാൻ നിൻ ഹൃദയം വെമ്പിയോ. അടച്ചിട്ടിരിക്കുകയാണല്ലോ. വലിയ കുടുംബക്കാരങ്ങനെയാ, അടച്ചിട്ട വാതിലിനകത്ത് അടയിരിക്കും. നീ ആ ബെല്ലൊന്നടിക്കേ. അഭിമന്യുവിന്റെ അനിയത്തി അല്ലേ? അല്ലേന്ന് ചോദിച്ചാ അതൊരു സംശയാവില്ലേ? അഭിയേട്ടന് ഒരു അനിയത്തിയേ ഉള്ളൂ, അത് ഞാനാ. വന്നു കേറുമ്പോ ഇങ്ങോട്ടല്ല അങ്ങോട്ടാ സംശയം ചോദിക്കേണ്ടത്. ആരാ, എവിടുന്നാ എന്നൊക്കെ. അതിന് കാത്തു നിൽക്കാതെ അകത്തേക്ക് ഇടിച്ചു കയറി വന്നത് ഒട്ടും ശരിയായില്ല. എന്റെ ഊഹം തെറ്റിയില്ല. അഭിമന്യുവിനേക്കാൾ വാക്കുകൾക്കൊരു തരി കൂടി മൂർച്ച കൂടും അനിയത്തിക്ക്, അല്ലടാ മഹേന്ദ്ര? അപ്പൊ ഇത് മഹേന്ദ്രനാണെന്ന് മനസ്സിലായി. നിങ്ങളാരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? വീട്ടിൽ വരുന്നൊരു അതിഥിയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? മര്യാദയില്ലാത്തൊരു അതിഥിയോട് ഇത് തന്നെ എന്റെ നയം. നിങ്ങളാരാണെന്ന് പറ. ആരാ മോളെ? ആ, അഭിമന്യുവിന്റെ അമ്മ അല്ലേ? ഇത് വീണ്ടും നിങ്ങൾ ഇങ്ങനെ അഭിമന്യുന്റെ അനിയത്തിയല്ലേ, അഭിമന്യുന്റെ അമ്മയല്ലേ എന്നിങ്ങനെ സംശയിച്ച് ചോദിച്ചു നിൽക്കാതെ ഞങ്ങളുടെ സംശയം തീർത്തതാ. ആരാ നിങ്ങള്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നീ കൂടുതൽ വായിട്ട് അലക്കാതെ കൊച്ചേ. ഞാൻ കലാവതിയാ. കലാവതിയോ? അമ്മേ, കോളിംഗ് ബെൽ അടിക്കുന്നതായിട്ട് വാതിൽ തുറന്നപ്പോ അനുവാദം പോലും ചോദിക്കാതെ അകത്തോട്ട് കയറി വന്ന് ഒരുമാതിരി സംസാരിക്കാണമ്മേ. അമ്മയ്ക്കറിയോ ഇവരെ? ഹോട്ടൽ പഞ്ചരത്നത്തിലെ 5 പെൺകുട്ടികളുടെ അമ്മയാ ഞാൻ, കലാവതി. ഇതെന്റെ സഹോദരൻ മഹേന്ദ്രൻ. ഇപ്പൊ മോളുടെ സംശയം തീർന്നോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്?
മോന്റെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കല്ലേ, അത് സന്തോഷത്തോടെ കാണണ്ടേ. ദേ, ഈ നിൽക്കുന്ന മോളെ കൊള്ളാവുന്ന ഒരുത്തന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണ്ടേ. ഇനി മോന്റെ കുഞ്ഞിന്റെ കുഞ്ഞിക്കാല് കണ്ട് സന്തോഷത്തോടെ കണ്ണടയ്ക്കണ്ടേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടക്കണമെങ്കിൽ മേലിൽ പഞ്ചരത്നത്തിലെ പെമ്പിള്ളരുടെ രക്ഷകനായി അഭിമന്യു അവതരിക്കരുത്. അതിപ്പോ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അഭിമന്യനോട് പറഞ്ഞിരുന്നു കാര്യങ്ങൾ, പക്ഷേ അവനിത്തിരി ആവേശം കൂടുതലാണ്. അതവന്റെ ഉയരെടുക്കും. അവൻ ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞങ്ങളിപ്പോ വന്നത്. മകനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ വീട് ഒരു മരണവീടാകും ഉടനെ തന്നെ. അയ്യോ, അവനെ ഒന്നും ചെയ്യരുത്, ഞാൻ പറഞ്ഞോളാം അവനോട്. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ ശത്രുത സമ്പാദിക്കുന്നത്? നിങ്ങളും ഞാനും തമ്മില് വ്യക്തിപരമായ അടുപ്പമോ ശത്രുതയോ ഒന്നുമില്ല. ഇനി അതൊന്നും ഉണ്ടാക്കി വെക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്നെ ശത്രുവായി കാണണമെന്ന് നിങ്ങളുടെ മോൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറയണം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് അവനോട് കർശനമായും പറയണം. അമൃതേ, എന്റെ പെണ്ണ, മേലിൽ അവളുടെ കാര്യത്തിൽ ഇടപെട്ട എന്റെ കൈ വെറുതെ ഇരിക്കില്ല. അടി ഒരാളുടെ മാത്രം കുത്തകയൊന്നും അല്ല, ഏട്ടന്റെ കൈ വെറുതെ മാങ്ങ പറിക്കാനുള്ളതും അല്ല. കൊള്ളാം, നിന്നെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഇനി ഇങ്ങനൊരു വരവുണ്ടാവില്ല. മകൻ മര്യാദക്കാരനായില്ലെങ്കിൽ ഒരു ദാക്ഷിണ്യവും കാണില്ല. അമ്മയുടെ കണ്ണിൽ നിന്ന് ചോരയൊഴുകും. കല്യാണം കഴിഞ്ഞാ അന്ന് തന്നെ നമുക്ക് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അവിടെ വിവേകിന്റെ ഒരു വില്ലയുണ്ട്. ഞാനെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. ഗതികെട്ട് പോയി താമസിക്കുന്ന പോലെ ആവില്ലേ അനുഗേച്ചത്? അഭയാർത്ഥികളെ പോലെ. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. വിവേക് ഇങ്ങോട്ട് തന്നെ പറയായിരുന്നു അവിടെ ചെന്ന് താമസിച്ചോളാൻ. വെറുതെ ഗതികെട്ടവരായിട്ടല്ല, വാടക തരാന്ന് പറഞ്ഞു നോക്കണം. എങ്ങനെ കൊടുക്കും? അതിന് തക്ക കാശ് നമ്മുടെ കയ്യിലുണ്ടോ? അതൊന്നും ഓർത്ത് പ്രയാസപ്പെടണ്ട. അത്യാവശ്യം കാശൊക്കെ എനിക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോ അനക്കേച്ചിയുടെ ജോലിയോ? ഈ ഹോസ്പിറ്റലിലെ ജോലി അല്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെക്കാൻ ഇരിക്കായിരുന്നു. എറണാകുളത്ത് ചെന്നാലും ഒരു ഹോസ്പിറ്റലിൽ കയറാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്കും എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം. എറണാകുളത്ത് ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതുവരെ നമുക്ക് ചെലവിനോ മറ്റാവശ്യങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ടെല്ലാം നമ്മൾ തന്നെ നോക്കണം. അപ്പോ പഞ്ചരത്നം പൂർണ്ണമായിട്ടും നമ്മൾ ഉപേക്ഷിക്കുവാണോ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എപ്പോ വേണമെങ്കിലും നമുക്കിവിടെ വന്നു പോവാലോ. അമൃതേച്ചിയും സുമേഷ് ഏട്ടനും ഇവിടെ സ്വസ്ഥമായിട്ട് താമസിക്കട്ടെ. നമ്മൾ ആരും ഒരു ശല്യം ആവണ്ട. എന്തായാലും അമൃതേച്ചിക്ക് ഇത് വിഷമാവും. നമ്മളൊന്നും പറയാതെയല്ലേ പോകുന്നേ. എന്തിനാ അമൃതേച്ചിക്ക് വിഷമം? നമ്മുടെ മുമ്പിൽ ചേച്ചി കാണിക്കുന്നതെല്ലാം ഡബിൾ പ്ലേ ആണെന്ന് നിനക്കിനി മനസ്സിലാവുന്നില്ലേ ആരാധ്യേ?
നമ്മൾ എങ്ങനെ ഒഴിവാക്കാന്നുള്ളതല്ലേ അമൃതേച്ചിയുടെ ആ സുമേഷ് ഏട്ടന്റെ ആവശ്യം. പിന്നെങ്ങനെ നമ്മൾ പോകുന്ന കാര്യം അറിയുമ്പോ അമൃതേച്ചിക്ക് വിഷമാവുന്നേ? ഒന്നും അറിയിക്കാൻ വേണ്ട, പറയാൻ വേണ്ട. സന്തോഷത്തോടെ അമൃതേച്ചി കല്യാണം കഴിക്കട്ടെ. നമുക്കും അതേ സന്തോഷത്തോടെ കല്യാണം കൂടാൻ ശ്രമിക്കാം. കല്യാണം കഴിഞ്ഞാ നമ്മൾ ഇവിടുന്ന് പോവും. പിന്നെ അവിടെ ചെന്നിട്ട് അമൃതേച്ചി വിളിച്ച് വിവരം പറയൂ. ഒക്കെ ഓർക്കുമ്പോ എനിക്ക് പേടിയാവുക. നമ്മൾ എന്തോ ആപത്തിലേക്കാ പോകുന്നൊരു തോന്നല്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മളെല്ലാരും കൂടെ അല്ലേ പോകുന്നേ. എന്ത് വന്നാലും ഒരുമിച്ച് നിന്ന് നേരിടാം. ഇനി ഈ കാര്യത്തില് ഒരാലോചനയും സംസാരവും വേണ്ട. നമ്മൾ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചു, അതങ്ങനെ തന്നെ നടക്കും. കല്യാണമായിട്ട് ഞങ്ങളെ ഒന്നും മോളും മറന്നില്ലല്ലോ. സന്തോഷമായി. അങ്ങനെ മറക്കാൻ പറ്റുമോ ദിവാകരേട്ടാ? എത്ര കാലമായിട്ട് ഇവിടെ തന്നെ വരുന്ന ആളാ നിങ്ങള്. എന്നാ ശരി മോളെ. എല്ലാരും കല്യാണത്തിന് വന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ അനുഗ്രഹം മോൾക്ക് എപ്പോഴും ഉണ്ടാവും. അന്നം തരുന്ന മനസ്സ് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. നോക്കടി, സഹദേവേട്ടന്റെ മകനാണല്ലോ ചെക്കൻ. അതെ. കല്യാണം കഴിഞ്ഞാ ഇവിടുന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. പോകണ്ടെന്ന് പറ. ഈ അന്യനാട്ടിലേക്കൊന്നും പോകാതെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇവിടെ ജീവിക്കുന്നതല്ലേ നല്ലത്. എനിക്കും അതാ ആഗ്രഹം. അനിയത്തിക്കുട്ടിമാർക്ക് എന്താ ഒരു മിണ്ടാട്ട കുറവ്? ചേച്ചിയുടെ കല്യാണത്തിന്റെ ഗമയാണോ? ചേച്ചി കല്യാണം കഴിഞ്ഞ് പോകുന്നിട്ട് വിഷമമായിരിക്കും അല്ലേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. കല്യാണം കഴിഞ്ഞാലും പഞ്ചരത്നം വിട്ടൊരു ജീവിതം എനിക്കില്ല. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഒരിക്കൽ കൂടി ക്ഷണിക്കുക, എല്ലാരും കല്യാണത്തിന് വരണം. വരും, ഉറപ്പായിട്ടും വരും. വർഷങ്ങളുടെ ഒരു അടുപ്പവും പഴക്കവും എനിക്ക് വാസുവിനോടുണ്ട്. ഇടക്കാലത്ത് തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും താൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതിന്റെ റൂട്ട് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. അതൊരു വലിയ കാര്യമൊന്നുമല്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ എന്നെ ആരെങ്കിലും തേടി വരൂ എന്നെനിക്കറിയാം. മാഡം കാര്യം പറ. വാസു ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ചെയ്തു തന്നിരിക്കും. അതിനൊരു കരാർ ഉറപ്പിച്ചാൽ മതി, മുൻകൂർ പണവും. ഇതങ്ങനെ കാശ് വെച്ചിട്ടുള്ള കച്ചവടമൊന്നും അല്ല വാസു. പണ്ട് ചെറുപ്പമായിരുന്ന കാലത്ത് നിനക്ക് ഞാൻ ഓഫർ ചെയ്ത പഞ്ചരത്നത്തിലെ 5 പെമ്പിളേര് അവരിപ്പോ കെട്ടിക്കാൻ പ്രായമായി അങ്ങ് മുതിർന്നു. അതില് ഒന്നിന്റെ കല്യാണം നടക്കാൻ പോവാ. അത് നടക്കില്ല, നടത്തില്ല ഞാൻ. ബാക്കി 4 എണ്ണത്തിന് കല്യാണ സ്ഥലത്തിന് വെളിയിൽ എത്തിച്ചു തരും ഞാൻ. അവരെ പിന്നെ ഈ സംസ്ഥാനം കാണാതെ പുറത്തു കിടത്താൻ പറ്റുമോ വാസുവിന്?